ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 19ാമത്തെ സീരീസാണ്. ഇപ്പോൾ 18 വരെയുള്ള സീരീസ് എല്ലാവരും കാണുക. ഡെയിലി ഒരു 25 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് പോകുന്നത്. നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതുപോലെ പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ ഇലക്ട്രീഷ്യൻ എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രീഷ്യൻ്റെ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പേജ് കയറി നോക്കുക, നിങ്ങളുടെ കേരള PSCയുടെ പേജ് കയറി നോക്കുക. അതുപോലെ നമുക്ക് ഡെയിലി ഒരു ലൈവ് സെക്ഷൻസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലൈവ് സെക്ഷൻസ് നമ്മൾ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നുണ്ട്. ഡെയിലി നമ്മുടെ വർക്കിംഗ് ഡേയ്സിൽ 9 o'clock രാത്രി 9 to 10 വരെയാണ് 1 hour ലൈവ് ക്ലാസ് ആണ്. എല്ലാവരും അതിൽ വരിക. അതുപോലെ തന്നെ നമുക്ക് സാറ്റർഡേയും സൺഡേയും രണ്ട് സമയങ്ങളിൽ നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. ഇപ്പോൾ നമ്മുടെ സാറ്റർഡേ നമുക്ക് 2 ലൈവ് ക്ലാസ് വരുന്നുണ്ട്. 3 മണി വരെ 4 മണി വരെയും, അതുപോലെ 9 മണി വരെ 10 മണി വരെയും. നമ്മുടെ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് നമുക്ക് പറയാമല്ലോ, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാംസിനെല്ലാം നല്ലപോലെ കോച്ചിങ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ നിങ്ങളെല്ലാവരും നോൺ ടെക്നിക്കൽ എക്സാംസിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ പ്രിപ്പയർ ചെയ്യുന്നവർ നമ്മുടെ അൺഅക്കാഡമി അതിൽ ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ ദൗത്യം, ജേതാവ്, അങ്ങനത്തെ കോഴ്സസൊക്കെ അവിടെ സ്റ്റാർട്ട് നടക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ മോക്ക് ടെസ്റ്റിന് വേണ്ടി ദിശ എന്ന് പറഞ്ഞ ഒരു ഇതിൽ ഫ്രീ മോക്ക് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും എല്ലാവരും ചെയ്തു നോക്കാം. അതുപോലെ പ്ലസ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ ഇന്ത്യയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് എല്ലാം എടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നാളെ എൻ്റെ ഒരു ലൈവ് സെക്ഷൻസ് നാളെ വരുന്നുണ്ട്. 2 ലൈവ് സെക്ഷൻസ് ആണ്. സോ അതിലും എല്ലാവരും വരിക. ലൈവ് ക്ലാസ്സിന് തന്നെ മാക്സിമം എല്ലാവരും വരാൻ നോക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്നത്തെ ഒരു 25 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഫോർ എ കേബിൾ ഷുഡ് ഹാവ്. നമ്മുടെ കേബിളിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്? ലോ കോസ്റ്റ്, ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത്, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഓൾ ഓഫ് ദി എബോ. എന്താണ് ഓൾ ഓഫ് ദി എബോ? ആൻസർ ഡി ആണ്. ലോ കോസ്റ്റ് ആണ്, ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്തും ആണ്, അതുപോലെ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്തും ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊട്ടക്ട്സ് എ കേബിൾ അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ നമ്മുടെ കേബിളിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കേബിളിൻ്റെ ഏത് പോർഷനാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഏതാണ്? ബെഡിങ് ആണോ, ഷീത്ത് ആണോ, ആർമറിംഗ് ആണോ? ഏതാണ്? ആർമറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസുലേഷൻ ഈസ് യൂസ്ഡ് ഇൻ കേബിൾസ്. കേബിളിൽ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ ഏതാണ്? വാർണിഷ്ഡ് ക്യാമ്പ്രിക് ഉപയോഗിക്കാം, റബ്ബർ ഉപയോഗിക്കാം, പേപ്പർ, എനി ഓഫ് ദി എബോ. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ഇൻസുലേഷൻ ആയിട്ട് കേബിൾസിൽ യൂസ് ചെയ്യാം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ ആർമേച്ചർ വൈൻഡിങ് ഡിപ്പെൻഡ്സ് ഓൺ. ആർമേച്ചർ വൈൻഡിങ് റെസിസ്റ്റൻസ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കണ്ടക്ടർ ആൻഡ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. ഓൾ ഓഫ് ദി എബോയാണ് ആൻസർ വരുന്നത്. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫീൽഡ് കോയിൽ ഓഫ് DC ജനറേറ്റർ ആർ യൂഷ്വലി മെയ്ഡ് ഓഫ്. അതെല്ലാവർക്കും അറിയാം, നമ്മുടെ DC ജനറേറ്ററിൻ്റെ ഫീൽഡ് കോയിലാണ്. ഫീൽഡ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോപ്പർ കൊണ്ടാണ്. കോപ്പർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ആർ കണക്റ്റഡ് ടു ദ ആർമേച്ചർ കണ്ടക്ടർ ബൈ മീൻസ് ഓഫ്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് നമ്മളൊരു ആർമേച്ചർ കണ്ടക്ടറിൽ കണക്ട് ചെയ്യുന്ന ഏത് വഴിയാണ്? ബൈ ദ യൂസ് ഓഫ് കോപ്പർ ലെഗ്സ്. കോപ്പർ ലെഗ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ആർമേച്ചർ കണ്ടക്ടേഴ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സിനെ ആർമേച്ചറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ആർമേച്ചർ കണ്ടക്ടറുമായിട്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് DC മോട്ടർ ഈസ് പ്രിഫേർഡ് ഫോർ എലിവേറ്റേഴ്സ്. എലിവേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? എലിവേറ്റേഴ്സ്. അത് നോട്ട് ചെയ്ത് പഠിച്ചോണം. എലിവേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറാണ്. ഏതാണ്? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, വെൻ ദ ഫോർ ഫിംഗർ പോയിൻറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഓർ ഫ്ലക്സ്, മിഡിൽ ഫിംഗർ വിൽ പോയിന്റ് ഓൺ ദി ഡയറക്ഷൻ ഓഫ്. ഏതാണ്? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫീൽഡ് ഓഫ് DC ഷണ്ട് മോട്ടർ ഗെറ്റ്സ് ഓപ്പൺ വൈൽ മോട്ടർ ഈസ് റണ്ണിങ്, വാട്ട് ഹാപ്പൻ? നമ്മുടെ DC ഷണ്ട് മോട്ടറിൻ്റെ ഫീൽഡ് ഓപ്പൺ ആയി, മോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എന്ത് പറ്റും? മോട്ടർ എന്ത് ചെയ്യും? ഹൈ സ്പീഡിൽ അറ്റൈൻ ഹൈ സ്പീഡിൽ അത് റൺ ചെയ്യും. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ കൊറോണ ഈസ് കൺസിഡറബിളി അഫക്റ്റഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഏതാണ് കൊറോണ? ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സൈസ് ഓഫ് ദി കണ്ടക്ടർ, ഷേപ്പ് ഓഫ് ദി കണ്ടക്ടർ, സർഫസ് കണ്ടീഷൻ ഓഫ് കണ്ടക്ടർ, ഓൾ ഓഫ് ദി എബോ. എല്ലാത്തിനും നമ്മൾ കൊറോണ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു പ്രോബ്ലം ആണ്, ഫൈൻഡ് ദ ക്വാളിറ്റി ഫാക്ടർ വെൻ ദ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റി ഇസ് 1000 വോൾട്ട് ആൻഡ് സോഴ്സ് വോൾട്ടേജ് ഇസ് 100 വോൾട്ട്. അപ്പം വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ സോഴ്സ് വോൾട്ടേജും തന്നിട്ടുണ്ട്. നമുക്ക് ക്വാളിറ്റി ഫാക്ടർ Q ഈക്വൽ ടു, ഈ ഫോർമുല കാണാതെ വിളിക്കാം, VC ഡിവൈഡ് ബൈ V. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ എത്ര കിട്ടും? ആൻസർ 10 കിട്ടും. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, നോമിനൽ T ആൻഡ് പൈ റെപ്രസെൻറ്റേഷൻ ആർ യൂസ്ഡ് ഫോർ അനാലിസിങ് ട്രാൻസ്മിഷൻ ലൈൻസ് ഓഫ് ലെങ്ത്. നോമിനൽ T, പൈ റെപ്രസെൻറ്റേഷൻസ് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ ഓഫ് ലെങ്ത് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓഫ് ദ റേഞ്ച് ഓഫ് എന്താണ്? ബിറ്റ്വീൻ
100 kilometers and 250 kilometers ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വെൻ ഓൾട്ടറിങ് കറണ്ട് ഫ്ലോ ഈസ് കോൾഡ്. എന്താണ്? ദ ഇൻക്രീസ് ഇൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വെൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ആ റെസിസ്റ്റൻസിന് ഇൻക്രീസ് ഇൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ നമ്മൾ എന്താ പറയും? പ്രോക്സിമിറ്റി എഫക്റ്റ് എന്ന് പറയും. എന്താണ്? പ്രോക്സിമിറ്റി എഫക്റ്റ്. ഓക്കെ. അടുത്തൊരു പ്രോബ്ലം ആണ്, ദ റിസൾട്ട് ഓഫ് എ സ്ലിപ്പ് ടെസ്റ്റ് ഫോർ ഡിറ്റർമൈനിങ് എക്സ് ഡി, അതായത് നമ്മുടെ എക്സ് ഡിയും തന്നിട്ടുണ്ട്, എക്സ് ക്യൂ തന്നിട്ടുണ്ട്, ക്വാഡ്രേച്ചർ ആക്സിസ് തന്നിട്ടുണ്ട്, ഓക്കെ, ഡയറക്റ്റ് ആക്സിസ് തന്നിട്ടുണ്ട്. സ്റ്റാർ കണക്റ്റഡ് ആണ് ഓഫ് എ റിയാക്റ്റൻസ് ആർ സ്റ്റാർ കണക്റ്റഡ് സീലിൻ പോൺ ഓൾട്ടർനേറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ഫേസ് വാൽ തന്നിട്ടുണ്ട്, ഐമാക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ടു റിയാക്റ്റൻസ് എന്തൊക്കെയാണ്? അപ്പോൾ എക്സ് ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാഡ്രേച്ചർ ആണെങ്കിൽ ഡയറക്റ്റ് കോമ്പണൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുല എന്താണ്? വി എം ബൈ ഐ മിനിമം ആണ്. വി മാക്സ് ബൈ ഐ മിനിമം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ക്വാഡ്രേച്ചർ കമ്പോണൻറ്റും വി മിനിമം ബൈ ഐ മാക്സ്. അപ്പോൾ അത് രണ്ടും കാണാതെ പഠിക്കുക. ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ട്, സോൾവ് ചെയ്ത് നോക്കുക. നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഫോർ ആർ എൽ സർക്യൂട്ട് ആർ ഈക്വൾ ടു 3.14 ഓം, എൽ ഈക്വൾ ടു 1 ഹെൻറി, കണക്റ്റഡ് അക്രോസ് 220 വോൾട്ട് 50 ഹെർട്സ്. ദ ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ, ക്വാളിറ്റി ഫാക്ടർ ഇൻ ടേംസ് ഓഫ് എക്സെല്ലും അതിലും കണ്ടുപിടിക്കുക. ആർ എൽ സർക്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഫോർമുല. ഏത് ഫോർമുല ഉപയോഗിച്ചാണ് ഇക്വേഷൻ എഴുതാമെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ആൻസർ വരുന്ന 100 ആണ്. ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ കെൽവിൻ ഡബിൾ ബ്രിഡ്ജിൻ്റെ ഒരു തിയറി നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. തിയറി ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തിൻ്റെ മെഷർമെൻ്റ് ആണ്? മെഷർമെൻറ്റ് ഓഫ് ലോ റെസിസ്റ്റൻസ് ആണ്. മെഗർ ഈസ് ബേസിക്കലി മെഗർ എന്നാണ് ഒരു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. എ ക്വാഡ്രൻ്റ് മീറ്റർ മെഷേഴ്സ്. ക്വാഡ്രൻ്റ് ഇലക്ട്രോമീറ്റർ മെഷർ ചെയ്യുന്ന ചാർജ് ആണ്, മറക്കരുത്, ചാർജ്. ആസ് പെർ ദി കോൺസെപ്റ്റ് ഓഫ് അനലോജി ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്, ദ അനലോജി പെയർ. ഓക്കെ, ഏതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അനലോജി പെയർ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എ ആണ്. കണ്ടക്ടിവിറ്റി അതിൻ്റെ പെർമിബിലിറ്റി ആണ്. ഓക്കെ. അടുത്ത്, ലൈറ്റനിങ് മേ ബി റിഗാർഡ് ആസ്. ലൈറ്റനിങ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻഷൻ ആണ്, ഹൈ കറണ്ട് ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ്. ലൈറ്റനിങ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻഷൻ ആയിട്ടുള്ള ഹൈ കറണ്ട് ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. കൂളംബ് മീറ്റർ ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ്. ഇഫ് ദ ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ മെറ്റീരിയൽസ് വൈ ആണെങ്കിൽ, ദെൻ ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് വൈ നമുക്ക് എങ്ങനെ പറയാം? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് വൈ പ്ലസ് 1. റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് വൈ പ്ലസ് 1 ആണ്. ഓക്കെ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ഡിവൈസ് എംപ്ലോയിങ് ദ ഹോൾ എഫക്റ്റ് ഈസ് യൂസ് ടു മെഷർ. എന്താണ് ഡിവൈസ്? ആ ഒരു ഹോൾ എഫക്റ്റ്, ആ ഒരു ഡിവൈസ് എംപ്ലോയിങ് ദ ഹോൾ എഫക്റ്റ് ഈസ് യൂസ് ടു മെഷർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് റിലേറ്റ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ദി കേൾ ഓഫ് വെക്ടർ എ ഓവർ ദി ഓപ്പൺ സർഫസ് ഇൻക്ലൂഡ് ബൈ ദ ഗിവൺ പാത്ത്. ഏതാണ് റിലേറ്റ് ചെയ്യുന്നത്? ഗ്രേഡിയൻ തിയറമാണ്. ഓക്കെ. 25ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇത് സ്ട്രെയിറ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ സ്മൂത്ത് കേർവ്ഡ് ലൈൻസും ആവാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി 25 ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊക്കെ നിങ്ങൾ പഠിക്കാം. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് തിയറി ക്ലാസ്സിൽ ഓൺലൈൻ കോച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ലൈവ് സെഷനിൽ എല്ലാവരും വരാൻ നോക്കുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.